ജൂൺ 11 ഞങ്ങളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഗുരുവായൂർ പോകാനാണ് പ്ലാൻ ചെയ്തത്. രാവിലെ 7:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. ലച്ചുമോള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എറണാകുളം ഗുരുവായൂർ റോഡ് അത്ര നല്ലതൊന്നുമല്ല. 11 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഗുരുവായൂരെത്തി. 30 രൂപ കൊടുത്താൽ അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അമ്പലത്തിൻ്റെ പാർക്കിംഗ് സൗകര്യം തന്നെയാണ് കേട്ടോ. 3 നിലകളിലായി അത് പാർക്കിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാർക്ക് ചെയ്ത് 2 മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. ശരിക്കും നല്ലൊരു ഓപ്ഷനായിരുന്നു അത്. കാർ പാർക്കൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ കയറി അപ്പോൾ തന്നെ വലിയ മഴ പെയ്തായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോൺസും മറ്റ് ഐറ്റംസും ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ 40 രൂപ കൊടുത്ത് അത് കീപ്പ് ചെയ്തു. കുറേ നാളത്തെ പ്ലാനായിരുന്നു കേട്ടോ ഗുരുവായൂർ പോകണമെന്ന്. എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. 1 മണിയോടെ അമ്പലത്തിൽ നിന്നിറങ്ങി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓർത്ത് ഇടദിവസം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്. ആര് കണ്ടു, എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തൃശ്ശൂർ സൂ കാണാനാണ് പോയത്. അവിടെ നിന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ടാവും. സൂവും കുറേ നാളത്തെ പ്ലാനായിരുന്നു. ലച്ചുമോൾക്ക് ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ സൂവിൽ പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഈ തൃശ്ശൂരും ട്രിവാൻഡ്രത്തും മാത്രമല്ലേ സൂ ഉള്ളൂ. കുറച്ചുകൂടി ജില്ലകളിലേക്കൊക്കെ ഇതൊക്കെ വേണമായിരുന്നല്ലേ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ സൂവിലെത്തി. 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ പാസിന്. കുറേ ബേർഡ്സും ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലച്ചുമോൾ എന്തൊരു ഹാപ്പി ആയിരുന്നു അറിയോ. ഭയങ്കര ബഹളവും ചിരിയും കളിയും നല്ല രസമായിരുന്നു. ഒരു 3/4 മണിക്കൂർ 1 hour ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം തൃശ്ശൂർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഗ്രൗണ്ടിൽ പോവാതെ എന്ത് തിരിച്ചു വരുവാണല്ലേ. എന്തായാലും ഞങ്ങൾ അവിടെയും പോയി. നല്ല രസമാണ് കേട്ടോ അവിടെ. ശരിക്കും കാർ പാർക്കിങ്ങിന് മാത്രമേ അവിടെ പൈസ ഉള്ളൂ. ബാക്കി അവിടെ ഇരിക്കുന്നതിന് ഒന്നിനും ഒരു ചാർജസും ഇല്ല. അവിടെ ഒരു ചെറിയൊരു പാർക്കും ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. നല്ല ക്ലീനൊക്കെ ആയിരുന്നു എല്ലാ ഏരിയയും എല്ലാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പാർക്കിൽ ലച്ചുമോളെ കുറേ നേരം ഇരുത്തി. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്.